5 മിനിറ്റ് നീ ഫ്രീ ആണോടാ? ഞാൻ ഭക്ഷണം കഴിച്ചു പോയി അന്ന് 3 മണിയായപ്പോൾ. എനിക്കറിയില്ലായിരുന്നു, എനിക്കറിയില്ലായിരുന്നു 2018-ലും 2019-ലും ദുരന്തം ഉണ്ടായിരുന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി നിരാഹാരമാണ് ഇരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഞാൻ 3 മണിക്കാണ് ഞാൻ മലപ്പുറത്ത് എത്തുന്നത്, പൊന്നാനിയിലെത്തുന്നത്, സി ഹരിദാസ് സാറിൻ്റെ വീട്ടിൽ. ഞാൻ അപ്പുറത്തെ വീട്ടിൽ എനിക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ. ഞാൻ ഭക്ഷണം കഴിക്കാൻ പാടില്ലേ. വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ, ചൂടെടുക്കുന്നുണ്ടോ? വേണമെങ്കിൽ ജനാല തുറന്നിടാം. 3 മണിക്കാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. എന്ത് തെറ്റാണ്, എന്തൊരു അപവാദ പ്രചരണം, എന്തൊരു ഹീനമായ അപവാദ പ്രചരണമാണ്. ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം. അവിടെ ഒന്നുമില്ല. ഇപ്പൊ വീണേനെ. നിങ്ങളെന്താ ഒരു ഭക്ഷണം കഴിക്കുന്നത് ഫോട്ടോ എടുത്ത് പുറത്തു കൊടുത്തതിന് നിങ്ങൾ എന്താ ഔചിത്യമാണ് നിങ്ങളുടെ ചോദ്യത്തിന്? അല്ലത് ഭക്ഷണം കഴിച്ചു, തെറ്റ് പറ്റിപ്പോയി, ഇനി മുതൽ ഭക്ഷണം കഴിക്കാതിരിക്കും. നീ ഇങ്ങനെ നിരാശപ്പെടാതെ. നിരാശയല്ലടാ, നിന്നെ പോലത്തെ ഒരു മരമണ്ടന്റെ കൂടെ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഇറങ്ങി തിരിച്ചല്ലോ ഓർത്ത് ചെയ്തു പോയത്. അല്ല, ഒരു ചോദ്യത്തിന് മറുപടി പറ. ഇതിനൊന്നും മറുപടി പറ. എന്താ ഔചിത്യ കുറവാണ് ഭക്ഷണം കഴിച്ചതിന്? ഞാൻ ഗുരുതരമായൊരു തെറ്റ് ചെയ്തു. അന്ന് വെള്ളപ്പൊക്കം ഉണ്ടായ ദിവസം ഞാൻ ഭക്ഷണം കഴിച്ചു 3 മണിക്ക് ഭക്ഷണം കഴിച്ചു. അതാണ് ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പറയരുത്. നിങ്ങൾക്കൊന്നും പറയാനില്ലാത്തത് കൊണ്ട് നിങ്ങൾ ഈ മുഖ്യമന്ത്രിക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. പറ്റിപ്പോയടാ, വേണ്ട നീ ഞാൻ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ക്യാമ്പിലോ ഒരു റെസ്ക്യൂ ഓപ്പറേഷനിലോ എവിടെയെങ്കിലും ഒന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? അവിടെ ഏരിയ സെക്രട്ടറിയെ കൊണ്ട് സ്വന്തം പേര് പൊക്കി പറയിപ്പിക്കാൻ വേണ്ടി നടത്തിയ ശ്രമം ഞങ്ങൾ നടത്തിയിട്ടില്ല. ഈ ദേശാഭിമാനി എന്നും കൈരളിയിലും വന്ന് എൻ്റെ പത്രസമ്മേളനം കലക്കണ്ട നിങ്ങൾ. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. നിങ്ങൾ പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തുമ്പോഴോ അദ്ദേഹം മുഖ്യമന്ത്രിയായി പത്രസമ്മേളനം നടത്തുമ്പോഴോ ഒന്നും ഇതുപോലെ നിങ്ങൾ ബഹളം ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ, നന്നായി. ഞാനിങ്ങനെ ഇരുന്ന് തരുന്നതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ കാണിക്കുന്നത്. ദയവീത് അതുകൂടി ഇല്ലാതാക്കരുത് നിങ്ങൾ. നിങ്ങൾ സാമാന്യ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ സംസാരിക്കുന്നത്? വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഞാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിൽ 1 രൂപ പോലും സർക്കാരിന് നഷ്ടം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ഗവൺമെൻറ് അടുത്ത സെപ്റ്റംബർ 19-ാം തീയതി വരെ ഈ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടിരിക്കുകയാണ്. ഗവൺമെൻറ് 5 മാസം വാടക കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. ഞാൻ എൻ്റെ പാർട്ടി സമ്മേളനത്തിന് പോയിട്ടില്ല. മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പിണറായി വിജയൻ പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ട് അത് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഫണ്ടിൽ നിന്ന് ആ പൈസ കൊടുത്തിട്ടുണ്ട്. നീയോട്ടല്ല, നീ എനിക്ക് പറക്കാതെ പോയ മോന. കുട്ടിയും പോയി, കിടപ്പാടവും പോയി, ആ പാടുണ്ടായിരുന്ന മാനവും പോയി. അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിക്കാൻ നേരമില്ല.